ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാനും വികസനത്തിൽ പങ്കാളികളാകാനുമുള്ള വേദിയാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 125 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 500-ലധികം പ്രതിനിധികളാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. 2018 തുടക്കമായ ലോക കേരള സഭയുടെ 5ാം പതിപ്പിനാണ് ഇന്ന് തുടക്കമായത്. 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 500-ലധികം പ്രതിനിധികളാണ് ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നത്. ലോക കേരള സഭ പ്രവാസി മലയാളികളുടെ ആഗോള പൊതുവേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികൾക്ക് നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാനും വികസനത്തിൽ പങ്കാളികളാകാനുമുള്ള വേദി ലോകത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി മലയാളി സമൂഹത്തെ കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക കേരള സഭയ്ക്ക് തുടക്കം കുറിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവിധ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം, അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ഈ ഘട്ടങ്ങളിലെല്ലാം പ്രവാസി സമൂഹത്തിൻ്റെ കരുതൽ കേരളം നല്ല രീതിയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തം, ആ ഘട്ടത്തിലും ഈ സ്നേഹവായ്പ നല്ലതുപോലെ നാം അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവയുടെയൊക്കെ നെടുനായകത്വമായി പ്രവർത്തിക്കുന്ന ലോക കേരള സഭയുടെ അംഗങ്ങൾക്ക് ഈ നാടിൻ്റെ ആകെ പേരിൽ ഹൃദയംഗമായ നന്ദി അർപ്പിക്കട്ടെ. പ്രതിപക്ഷത്തിന്റെ ലോക കേരള സഭ ബഹിഷ്കരണം നിർഭാഗ്യകരമാണെന്നും ലോക കേരള സഭ പോലെയുള്ള വേദികളിൽ വന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കേണ്ടതിനു പകരം മാറി നിൽക്കുകയാണ് ചിലർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കും അത് തിരിച്ചു കാണിക്കാൻ കഴിയണ്ടേ? നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് അത് കഴിയുന്നില്ല. വളരെ ഇടുങ്ങിയ മനസ്സോടെ ഞാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയുകയാണ്. പണ്ട് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പണങ്ങി നിൽക്കുന്നൊരു സ്ഥിതിയില്ലേ? എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഇവരെല്ലാം കുട്ടികളല്ലാലോ, ഇരുത്തം വന്നവരല്ലേ, നാടിൻ്റെ കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. ഇതാണോ സ്വീകരിക്കേണ്ട സമീപനം? ഒരു തവണ ഒരബദ്ധം പറ്റി, ആ പറ്റിയ അബദ്ധം തന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? നിർഭാഗ്യകരമായ ഒരു കാര്യമാണത്. നാളെയും മറ്റന്നാളുമായി നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കുന്നത്. പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക്, ഷെർപ്പ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും 8 പ്രധാന വിഷയങ്ങളിലൂന്നിയുള്ള ചർച്ചകളും പ്രാദേശിക സമ്മേളനങ്ങളും ലോക കേരള സഭയുടെ ഭാഗമായി നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.